വരാൻ തുടങ്ങിയപ്പോ, ഈ MDMA പോലുള്ള ഡ്രഗ്സ് വരാൻ തുടങ്ങിയപ്പോ ആളുകൾ ആരും ഇപ്പോൾ മദ്യത്തിന് വലിയൊരു വിഷയമാക്കുന്നില്ല. മദ്യത്തിന്റെ ദൂഷ്യം അവിടെ ഉണ്ട്, അത് എവിടേക്കും പോയിട്ടൊന്നുമില്ല. അത് ഞാനൊരു 3 years ആയിട്ട് ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടിരിക്കുന്ന 3 വർഷമായിട്ട്. അപ്പോ അന്നൊക്കെ മദ്യത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നത്. പിന്നെ അത് കഞ്ചാവ്, അങ്ങനെ ഹാഷിഷ് ഓയിൽ, അങ്ങനെയുള്ള ഡ്രഗ്സ്, ബ്രൗൺ ഷുഗർ, ഇതൊക്കെ വന്നിട്ട് ഇപ്പോഴത്തെ പുതിയ സംഗതികളാണ് ഈ പറഞ്ഞ സിന്തറ്റിക് ഡ്രഗ്സ്. സിന്തറ്റിക് ഡ്രഗ്സിന്റെ ഒരു ഏറ്റവും വലിയ അപകടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒറ്റ യൂസില് നമ്മുടെ ബ്രെയിൻ ഡാമേജ് ആവും. ഒരു തവണ യൂസ്. ഇപ്പോൾ പേഴ്സണാലിറ്റിയുടെ എന്തൊക്കെയാ നമ്മളെ ചിന്തകളും പ്രവൃത്തിയും പിന്നെ സംസാരം എല്ലാം കൂടി സിങ്കർണൈസ് ചെയ്ത് വരുമ്പോഴാണ് നമ്മളൊരു നോർമൽ ഒരു മനുഷ്യനെ, നമുക്ക് നോർമൽ പേഴ്സൺ എന്നുള്ള കൺസെപ്റ്റിലേക്ക്. എല്ലാ ആൾക്കാർക്കും ചെറിയൊരു സൈക്കിക് പ്രോബ്ലം ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്, കോമൺ ആയിട്ടുള്ളതാ. അത് എന്തെങ്കിലും ഒരു തകരാറ് ചെറുതായിട്ടൊക്കെ ഉണ്ടായിരിക്കും. അതൊരു ന്യൂനതയല്ല, ചെറിയൊരു എക്സെൻട്രിസിറ്റി, എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാവും. പക്ഷെ ഇത് നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ആ ഒരു സിറ്റുവേഷനിലേക്ക് പോകും. പിന്നെ ഈ രാസലഹരിയുടെ ഏറ്റവും വലിയ അപകടം എന്താന്ന് പറഞ്ഞാൽ, ഒരാളുടെ മൂഡ് ചേഞ്ച് ആയി കഴിഞ്ഞാൽ ആ ചേഞ്ച് ആയിട്ടുള്ള മൂഡിൽ ഒരുപാട് സമയം സസ്റ്റെയിൻ ചെയ്യും. അതുകൊണ്ടാണ് സ്വന്തം അമ്മേനെ വരെ കൊല്ലുന്നത്. മനസ്സിലായില്ലേ? ആ ജനിപ്പിച്ച അമ്മേനെ കൊല്ലാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവുന്നത് ആ പുള്ളി അറിയുന്നില്ല എന്താണ് അവിടെ സംഭവിക്കുന്നുള്ളത്. അതാണ് ഈ ബ്രെയിൻ ഡാമേജ് ആക്കുന്നത് ഞാൻ പറഞ്ഞേണ്ട കാര്യം. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കാനുണ്ട്. കുട്ടികളുടെ സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ ബാഗ് പരിശോധിക്കുക. പിന്നെ ഈ ആളുകൾ ടാർഗറ്റ് ചെയ്യുന്നത് ഏറ്റവും പാവപ്പെട്ട, നല്ല അടങ്ങിയൊതുങ്ങി നടക്കുന്ന കുട്ടികൾ എന്ന് പറയില്ലേ നമ്മൾ, പെൺപിള്ളേരായാലും ആൺപിള്ളേരായാലും, അങ്ങനത്തെ കുട്ടികളെയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. അവരെ ഇവര് എങ്ങനെയെങ്കിലും പോക്കറ്റിലാക്കി. പക്ഷെ കുട്ടികൾ അറിയില്ല. വീട്ടിൽ കുറെ നാൾ കഴിയുമ്പോൾ ഇവരുടെ സ്വഭാവത്തിലുള്ള മാറ്റങ്ങൾ വരുമ്പോൾ അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യും ഓട്ടോമാറ്റിക്. പക്ഷെ ഇവർ പറയില്ല, ജന്മത്തിൽ പറയില്ല. അപ്പൊ അവർ ട്രാപ്പിലായി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോഴാണ് ഈ ഡിപ്രഷനിലേക്ക് പോകുന്നത്. ഞാൻ 2-3 കഥകൾ ഞാൻ പറയാം. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള, ഞാൻ അവരെ ഒരുപാട് അവരായിട്ട് സംസാരിച്ചിട്ടുള്ള കേസുകളാണ്. ഒന്ന്, ഇപ്പൊ ഞാൻ ഈ കുട്ടികളുടെ ചിൽഡ്രൻസ് ഹോമിൽ കണ്ട ഒരു കുഞ്ഞ് എന്ന് പറഞ്ഞാൽ, ഒരു കുഞ്ഞുവാവേനെ എടുത്ത് വെക്കണം. ആ കുഞ്ഞിന്റെ ചരിത്രം ജയിൽ സൂപ്രണ്ട് ലേഡിയുടെ അടുത്ത് വിസ്തരിച്ചപ്പോൾ ഞാൻ അന്തം കൊണ്ടുപോയി. ആ കുഞ്ഞ് സ്വന്തം സഹോദരന്റെ കുഞ്ഞാണ്. ആ പെൺകൊച്ചിന്റെ സ്വന്തം സഹോദരന്റെ കുഞ്ഞാണ്. ആ സഹോദരൻ നാടുവിട്ട് കളഞ്ഞു. അത് ഇവര് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛനമ്മയും ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഈ ആങ്ങളും പെങ്ങളും വീട്ടിലുണ്ടാകും. ഇവര് TV കാണല്, ഇങ്ങനെ പരിപാടികളാകുമ്പോൾ ഇവന് ഈ ഡ്രഗ്സിന്റെ പരിപാടി ഉണ്ടായപ്പോ ഈ പെൺകൊച്ചിനും കൂടി അവര് ചെറുതായിട്ട് കൊടുത്തതിന്റെ ആ ഒരു ലഹരി ആസ്വദിക്കാൻ തുടങ്ങിയവര്. അത് കഴിഞ്ഞിട്ട് ഇവർ എന്താക്കി കഴിഞ്ഞാൽ, കുറെ കഴിഞ്ഞപ്പോ ഇവര് താളം തെറ്റി, ബ്രെയിൻ താളം തെറ്റി. പിന്നെ ഇവരുടേതായിട്ടുള്ള ഒരു ലോകത്തിലേക്ക് പോയി തുടങ്ങി. ആങ്ങളെയാണ്, പെങ്ങളാണ്, സ്വന്തം സഹോദരന, ഇതൊക്കെ അവരുടെ തലയിൽ പോയി. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ ബ്രെയിൻ ഡാമേജ് ആയി. അങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്. പിന്നെ അവരെ ഡീഅഡിക്ഷൻ സെന്ററിലൊക്കെ കൊണ്ടുപോയി ഒരു ഇതായാലും ഈ പെൺകൊച്ച് ഇപ്പോഴും നോർമലല്ല. അപ്പൊ ആ കുഞ്ഞിനെ നോക്കുന്നത് വനിതാ ജയിലിലെ ജീവനക്കാരികളാണ്. അതുകൊണ്ടാണ് വുമൻസ് ഹോം വനിതാ ജയിലിൽ കൊടുക്കാൻ കാരണം. ഇവരുടെ അമ്മമാരായിട്ട് ശരിക്കും ഇപ്പൊ ആക്ട് ചെയ്യുന്നത് അവിടെ ഈ വനിതാ തടവുകാരൻ. നോർത്ത് ഇന്ത്യൻ ലേഡീസ്, ഒത്തിരി നോർത്ത് ഇന്ത്യൻ ലേഡീസ് ഉണ്ട് അവിടെ. അവർക്ക് നന്നായി മലയാളം സംസാരിക്കുന്നുണ്ട്. അവരാണ് ഈ കുഞ്ഞുവാവകളെ നോക്കുന്നത്. ഒരുപാട് കുട്ടികളുണ്ട് പാലക്കാട് ജയിലിൽ. അവിടെ ആദിവാസി കുട്ടികളുടെ ഒത്തിരി ഉണ്ട് പാലക്കാട് ജയിലിൽ. ഈ തവനൂർ പറഞ്ഞിട്ട് മലപ്പുറത്ത് ഉണ്ട്, അവിടെ ഉണ്ട് കുറെ പിള്ളേര്. എത്ര വലിയ വലിയ വീട്ടിലെ കുട്ടികളാണ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നല്ല കുഞ്ഞുവാവകളെ ആയിട്ട്. പക്ഷെ ലൈഫ് പോയി. അവരുടെ സങ്കടം നമ്മളുടെ നെഞ്ചിലേക്ക് ആ കുഞ്ഞുങ്ങൾ വീഴാണ് കരഞ്ഞുകൊണ്ട്. നമ്മൾ അവരായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അത് നമുക്ക് സഹിക്കാൻ കഴിയില്ല. ആ രംഗങ്ങൾ പെൺകുഞ്ഞുങ്ങളുടെ